പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അമിതമായ വില വർധനവിനെതിരെ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. CITU വടകര ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് പാസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം PK സന്തോഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 8 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. മുമ്പൊന്നുമില്ലാത്ത തരത്തിലുള്ള വലിയ വർധനവ്. പാചകവാതകത്തിന് ഏകദേശം 89 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെയോ ഈ സാധാരണ ഓട്ടോ ഡ്രൈവർമാർ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി CNG-യിലേക്ക് മാറണമെന്ന് പറഞ്ഞു. ആ CNG-യുടെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില 4-6 രൂപയിലധികം ഇപ്പോൾ വർദ്ധിച്ചു നിൽക്കുന്ന സ്ഥിതി. എല്ലാ തരത്തിലും ഊർജത്തിന്റെ വില, ഇന്ധനങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ച ഒരു സാഹചര്യം. ഇതിങ്ങനെ വർദ്ധിപ്പിക്കുന്നതിന് മുമ്പേ നമ്മുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി രാജ്യത്തോട് ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ? പ്രധാനമന്ത്രി രാജ്യത്തോട് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ പേടിയാ, വലിയ ആശങ്കയാണ്. അങ്ങനെ സംസാരിച്ചൊരു ഘട്ടത്തിലാണ് ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നടുവൊടിച്ച നോട്ടു നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. ഒരു മുൻകരുതലുമില്ലാതെ കോവിഡ് എന്ന മഹാമാരി നമ്മെ ബാധിച്ച സമയത്ത് പെട്ടെന്നൊരു രാത്രി നടത്തിയ പ്രഖ്യാപനത്തിന്റെ ഭാഗ്യമാണ് ഈ രാജ്യത്തൊരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഒരു പരിഗണനയും നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് നൽകാതെയാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഈ മെയ് 10-നും സംസ്ഥാന കമ്മിറ്റി അംഗം CC രതീഷ് അഭിവാദ്യം ചെയ്തു. വേണു കക്കട്ടിൽ അധ്യക്ഷത വഹിച്ചു. VK വിനോദ് സ്വാഗതവും PM വിനോദൻ നന്ദിയും പറഞ്ഞു. A കുഞ്ഞിരാമൻ, AK ബാലൻ, TP രാജൻ, VM രാജൻ, A ബിന്ദു തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പെട്രോളിയം പാചകവാതകങ്ങളുടെ വില വർധനവ് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആത്മഹത്യയിലേക്ക് ഇന്ത്യയിലെ ദരിദ്ര കോടികളെ തള്ളിവിടുന്ന ഈ സമീപനം മിസ്റ്റർ മോഡി നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഇന്ത്യയിലെ തെരുവീതികളിൽ ഉയർന്നു വരുന്ന ഒരു വലിയ രൂപത്തിലുള്ള പ്രതിരോധ സമരങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കുക, വടകരയിൽ ഒരു ചായ കുടിക്കണമെങ്കിൽ 15 രൂപ, ഒരു ചായ കുടിക്കാൻ 15 രൂപ